ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. നമുക്ക് ഒരു നിമിഷം ഈ വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ തിരുവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിക്ക്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും വേദനയിലും ചില ഹോപ്പ്ലെസ് സിറ്റുവേഷനിലൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഈ വചനം അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ രൂപാന്തരം വരുത്തി തീർക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ, ദൈവമേ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും ഒരു വ്യത്യാസവും വരികയില്ലല്ലോ. അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തുവാനും കഴിയും. തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള, എല്ലാവർക്കും എല്ലായിടത്തും വളരെ എല്ലാവരും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു തിരുവചന ഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്കായി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. ഇതിലൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിച്ചാൽ, സൃഷ്ടിക്കുന്ന വചനം, അതിന് ലോഗോസ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ വചനം വന്നാൽ ആ വ്യക്തിക്ക് എന്താണ് മാറ്റം സംഭവിക്കുന്നത്, ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്താണ് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഒരു കൊച്ചു ചിന്തയാണ് ഈ വചനത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്കത് ശ്രദ്ധിക്കാം. വചനം അല്ലെങ്കിൽ ലോഗോസ്, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിക്കാൻ ദൈവം തമ്പുരാൻ ഉപയോഗിച്ച വാക്കാണ് ലോഗോസ്. സർവ സൃഷ്ടികൾക്കും അർത്ഥവും സംയോജനവും നൽകുന്ന ദൈവത്തിൻ്റെ മൂല തത്വം എന്ന് നമുക്ക് ഈ പദത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും. ഇത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വാക്കാണ്. അതായത് സൃഷ്ടിക്കുന്ന വചനം. യോഹന്നാൻ പറഞ്ഞ വചനം ലോഗോസ് ആണ്. ഈ ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സൃഷ്ടിക്കുന്ന വചനം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് 394 പ്രാവശ്യം ലോഗോസ് എന്ന വാക്ക് ഡിവൈൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. കൽപ്പനയായിട്ടും പ്രവചനമായിട്ടും മുന്നറിയിപ്പായിട്ടും പ്രോത്സാഹനമായിട്ടും ഈ വചനത്തെ അല്ലെങ്കിൽ ലോഗോസ് എന്ന പദത്തെ ഉടനീളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സൃഷ്ടിക്കുന്ന വചനത്തിൻ്റെ ജഡ അവതാരമാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം അധിവസിച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വളരെ ലളിതമായി ചിന്തിച്ചാൽ യോഹന്നാൻ്റെ
സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എങ്ങനെയാണ് വസിക്കേണ്ടത്? അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ ഒരു കൊമ്പ് എങ്ങനെ മുന്തിരിവള്ളിയിൽ വസിക്കുന്നുവോ അതുപോലെ ഒരു ദൈവ പൈതൽ യേശുവിൽ വസിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അവർക്ക് ഫലം കായ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു വ്യക്തി യേശുവിലാണോ വസിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അവർ ഹല്ലേലൂയ വിളിക്കുന്നത് കേട്ടാൽ, അവരുടെ വസ്ത്രധാരണം കണ്ടാൽ, ഫുൾ കൈ ഷർട്ടും പറ്റ മുടി വെട്ടിച്ച് മീശ വയ്ക്കാതെ, സഹോദരിമാരാണെങ്കിൽ വെള്ള സാരി ഉടുത്ത് കയ്യിലൊരു ബൈബിളൊക്കെ പിടിച്ച് ആഭരണമൊന്നും ധരിക്കാതൊക്കെ നടന്നാൽ യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാൻ പറ്റുമോ? വസ്ത്രധാരണം കൊണ്ടാണ് അറിയുന്നത്? അല്ല. മറ്റേതെങ്കിലും വിശേഷണങ്ങൾ കൊണ്ടാണോ ഒരു വ്യക്തി യേശുവിലാണോ വസിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നത്? വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അതായത് കൊമ്പ് മുന്തിരിവള്ളിയിലാണ് വസിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് മുന്തിരിവള്ളിയുടെ അനുഭവം കൊമ്പിൽ വെളിപ്പെടുമ്പോഴാണ്. ഞാനൊരു ദൈവ പൈതലാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഫാൻസി ഡ്രസ്സ് കളിച്ചിട്ടും കാര്യമില്ല. നിന്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ സ്വഭാവം കൊണ്ട്, നിന്റെ സംസാര ശൈലി കൊണ്ട് നീ ഒരു ദൈവ പൈതലാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തണം. അതായത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2:5 പറയുന്നു, ലെറ്റ് ദിസ് മൈൻഡ് ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന് അതുല്യ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു, ഒരു യുണീക്ക് ക്യാരക്ടറിന് ഉടമയായിരുന്നു യേശു. ദൈവത്തിൻ്റെ പൈതലേ, അപ്പോൾ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് നമ്മുടെ വസ്ത്രധാരണത്തിലോ പാട്ടിലോ മറ്റ് ആക്ടിവിറ്റീസിലൊന്നുമല്ല. അതായത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. പ്രസംഗത്തെക്കാൾ, പാട്ടിനേക്കാൾ, വസ്ത്രധാരണത്തെക്കാൾ, കീബോർഡിനേക്കാൾ, ഡ്രംസിനേക്കാൾ, ഗിറ്റാറിനേക്കാൾ, ക്രമീകരണങ്ങളെക്കാൾ സ്വഭാവം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതലായി തീരുകയുള്ളൂ. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് സാധു സുന്ദർ സിംഗ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അങ്കിളിനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു മനുഷ്യനെ ഓർമ്മ വരുന്നു. അദ്ദേഹം ചോദിച്ചു, ആരെയാ മോളെ? ആ പെൺകുട്ടി പറയുക, ജീസസ് ക്രൈസ്റ്റ്. അങ്കിളിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് യേശുവിനെ ഓർമ്മ വരുന്നു. സാധു സുന്ദർ സിംഗിനോട് സംസാരിച്ച പെൺകുട്ടിക്ക് യേശു ക്രിസ്തുവിനെ ഓർമ്മ വന്നു. ഞാൻ ചോദിക്കുന്നത്, എന്നോട് നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന വ്യക്തികൾക്ക് ആരെയാ ഓർമ്മ വരുന്നത്? ചിലരോട് സംസാരിക്കുമ്പോൾ ബില്ലാദനെ ഓർമ്മ വരും, ചിലരോട് സംസാരിക്കുമ്പോൾ വീരപ്പനെയാണ് ഓർമ്മ വരുന്നത്, ചിലരോട് സംസാരിക്കുമ്പോൾ ദാവീദ് ഇബ്രാഹിമിനെയൊക്കെ ഓർമ്മ വരും. സുവിശേഷത്തെക്കുറിച്ച് ഓർക്കത്തക്ക രീതിയിൽ, യേശുവിനെ കുറിച്ച് ഓർക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിലെല്ലാം ആമേൻ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം കലർന്നു വരുന്ന ഒരു അനുഭവം. ആമേൻ. പാട്ടുകാരൻ അതവിടെ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി. ഇന്നൊന്നും ആരും ആ പാട്ടൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം വേറെ പാട്ടുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം വല്ല പുതിയ പുതിയ പാട്ടുകളാണ്. കാരണം ഇതുപോലൊന്നും ആകാൻ പറ്റാത്തതുകൊണ്ട് അത് പാടിയിട്ടും കാര്യമില്ലല്ലോ. ആമേൻ. ഇപ്പം ഞങ്ങൾക്ക് വേറെ മാറി ബ്രോ എന്നാണ് പാടുന്നത്. കാരണം ഇപ്പം അങ്ങനെയാണല്ലോ. സ്നേഹിതരെ, നമ്മൾ തിരിച്ചറിയണം, അതായത് ഈ മുന്തിരി വള്ളിക്ക് എന്തെല്ലാം യോഗ്യതയുണ്ടോ ആ യോഗ്യതയെല്ലാം കൊമ്പിലും ഉണ്ടാവണം. നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെട്ട പ്രാർത്ഥന
ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവത്തിൽ നിന്ന് ഉത്തരം നൽകപ്പെട്ട ആമേൻ പ്രാർത്ഥനകളെല്ലാം ആ ദൈവ പൈതൽ എന്തിനെ ആശ്രയിച്ച് എന്നതിനെ ആശ്രയിച്ചാണ് ആമേൻ ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത്. പറഞ്ഞ വാക്കുകളുടെ അർത്ഥം തിരിച്ചറിഞ്ഞവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അതായത് നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിലായിരിക്കണം. ലോഗോസ് എന്ന് പറയുന്ന സൃഷ്ടിക്കുന്ന വചനം നമ്മുടെ അകത്തുണ്ടാവണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ആമേൻ മറുപടിയുണ്ട്, വിടുതലുണ്ട്. ഇതിന് ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു എക്സാമ്പിള് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനമാണ്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം മുതൽ ആ 28-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: ദൂതൻ അവളോട് അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധയാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കാരണം ഇതെന്താണ് ഇങ്ങനെയൊരു വന്ദനമെന്ന് അവള് ദൂതനോട് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അത് അത്ഭുതങ്ങളുടെ കാലഘട്ടമല്ലായിരുന്നു. ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്നാണ് ആ കാലഘട്ടം അറിയപ്പെട്ടത്. അതായത് വേദപുസ്തകത്തിലെ ഇരുളടഞ്ഞ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളൊന്നും കാനോനികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, അതായത് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയാനായിട്ട് ഉള്ള കാരണം. ഇരുളടഞ്ഞ കാലഘട്ടം എന്നതിനെ വിശേഷിപ്പിക്കും കാരണം ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളൊന്നും കാനോനികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ചില ബൈബിൾ എടുക്കുമ്പോൾ 72 പുസ്തകം, ചിലതെടുക്കുമ്പോൾ 66. ഈ 66ന്റെ കൂട്ടത്തിൽ ബാക്കി വന്നതൊന്നും ആമേൻ ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ എഴുതി ചേർത്തതായതുകൊണ്ട് കാനോനികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആ സന്ദർഭത്തിലാണ് ദൂതൻ വന്ന് മറിയോട് സംസാരിക്കുന്നത്. കാരണം മറിയ അങ്ങനെ ചോദിക്കുക, ഇതെന്തൊരു വന്ദനമാണെന്ന് ചോദിക്കാൻ കാരണം മറിയോ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടുള്ളവളല്ല. അതുകൊണ്ടാണ് അവൾ ചോദിച്ചത്. 34-ാമത്തെ വാക്യം, 1-ന്റെ വാക്യത്തിൽ അവൾ ദൂതനോട് ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ആമേൻ. 35-ാമത്തെ വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞാൽ, നീ എന്നിലും വചനമാകുന്ന ലോഗോസ് നിന്റെ അകത്തും വരും, അവിടെ സൃഷ്ടി നടക്കും. ആമേൻ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നൽകിത്തരാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമേൻ, മറിയോട് പറയാണ്, നീ എന്നിലും വചനമാകുന്ന ലോഗോസ് നിന്റെ അകത്തും വരുമ്പോൾ, ആമേൻ. അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും എനിക്ക് വേദപുസ്തകം എപ്പോഴും ചേർത്ത് പിടിക്കാനുള്ള വലിയ ആമേൻ താല്പര്യം എന്നെ ജനിപ്പിക്കുന്ന ഒരു വാക്യം അതിൻ്റെ താഴെ കിടപ്പുണ്ട്. അവളോട് പറയുകയാണ്, ഈ തിയോളജി നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് അത്ഭുതങ്ങളുടെ കാലഘട്ടമല്ല, ഇത് ഇരുളടഞ്ഞ കാലഘട്ടമാണ്. ഈ തിയോളജി, ഇത്രയും വലിയ കാര്യമൊന്നും മറിയെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ താഴത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ ചാർച്ചക്കാരത്തി എൽസബത്തിന്റെ അടുക്കൽ നീ ചെല്ലണം. ആമേൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് 36-ാമത്തെ വാക്യത്തിൽ, നിന്റെ ചാർച്ചക്കാരത്തി എൽസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ, ആമേൻ, ഗ്രാമീണ പെൺകുട്ടിയായ മറിയോട് ദൂതൻ വന്നിട്ട് പറയുകയാണ്,
ഞാൻ പറയുന്ന സ്വർഗത്തിലെ തിയോളജി ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ആമേൻ, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന്റെ അടുക്കൽ നീ ചെല്ലണം. അവൾക്ക് മച്ചി എന്ന് പറഞ്ഞവളാണ്, അവൾക്ക് 6-ാം മാസമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പല വാഗ്ദാനങ്ങളും നിനക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാപിച്ചവർ നിന്റെ സമീപത്തുണ്ട്, പ്രാപിച്ചവർ നിന്റെ അടുത്തുണ്ട്. അത് നീ വിശ്വസിക്കണം. ചില പ്രിയപ്പെട്ടവർക്ക് വചനത്തിൻ്റെ ആമേൻ ഈ നൂല് കീറി മുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലൊന്നും ചിലരുടെ അകത്ത് ഈ വചനം കയറത്തില്ല. എൻ്റെ വചനം നിങ്ങളിലും, ആമേൻ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിച്ചാൽ അത് അപേക്ഷിക്കാനൊന്നും പറഞ്ഞാൽ അതിൻ്റെ തിയോളജി ഒന്നും മനസ്സിലാകാത്തവർ, ലോഗോസ് എന്താണെന്ന് അറിയാത്തവർ, സൃഷ്ടിക്കുന്ന വചനം എന്താണെന്ന് അറിയാത്തവർ, അനുഭവം പ്രാപിച്ച, കൃപ പ്രാപിച്ച, പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച, രോഗസൗഖ്യം പ്രാപിച്ച തലമുറകളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ട, ആമേൻ, കുടുംബ തകർച്ചകൾ മാറിയ, ആത്മഹത്യകൾ വഴിമാറിപ്പോയ എത്രയെത്ര കുടുംബങ്ങൾ നിന്റെ വീടിൻ്റെ അടുത്തുണ്ട്, നിന്റെ ചുറ്റുപാടുകളിലുണ്ട്. നീ അവരുടെ അടുത്ത് എന്നിട്ട് അത് പ്രാപിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ കൃപ നീ അനുഭവിക്കണം. ആമേൻ. വചനം നിന്റെ അകത്ത് വന്നാൽ ദൈവത്തിൻ്റെ പൈതലേ, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ദൈവ കൃപ, സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. എനിക്കറിയാം, നമ്മുടെ ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്ന കൂട്ടത്തിൻ്റെ അകത്ത് വേദപുസ്തകം ആഴത്തിൽ പഠിച്ചവരോ അതിൻ്റെ എല്ലാ വസ്തുതകൾ മനസ്സിലാക്കിയവരോ അതിൻ്റെ ഉപദേശങ്ങളെല്ലാം ഗ്രഹിച്ചവരോ ഒന്നും അല്ല. പലരും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും അങ്ങനെയുള്ളവരൊന്നും അല്ല. പഠിച്ചവരുണ്ട്, പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, സംശയം എന്നാൽ നിവാരണം നടത്തുന്നവരുണ്ട്. എല്ലാവരും അങ്ങനല്ല. തിയോളജി മനസ്സിലാക്കാത്തവർ, അനുഭവം പ്രാപിച്ചവരുണ്ട്. നിന്റെ വീടിൻ്റെ അടുത്ത് വിടുതൽ കിട്ടിയവരുണ്ട്. അവർ പറയുന്ന അങ്ങ് വിശ്വസിക്കണം. ദൂതം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ എലിസബത്തിൻ്റെ അടുത്തല്ലേ, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാമത്തെ മാസമാണ്. ആമേൻ. ഒരു വിടുതൽ കാണാനുണ്ട്, ഒരു ദൈവത്തിൻ്റെ കൃപ നിനക്ക് അനുഭവിപ്പാനുണ്ട്. ഇത് സാധാരണ, ആമേൻ, പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള സുവിശേഷം അതാ. ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, വചനത്തിൻ്റെ തിയോളജി ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് വേദപുസ്തകത്തിൻ്റെ, ആമേൻ, സ്തോത്രം, നൂലിഴ കീറിയ, ആമേൻ, വചനത്തിൻ്റെ ആഴവും ആ മാർമിക രഹസ്യങ്ങളൊന്നും പിടികിട്ടാത്തവരാണെങ്കിൽ വിടുതൽ പ്രാപിച്ച ചിലർ, യേശുക്രിസ്തുവിലൂടെ വിടുതൽ പ്രാപിച്ച ചിലർ, യേശുക്രിസ്തുവിൽ, ആമേൻ, വചനമകത്ത് എന്ന് ജീവിതം രൂപാന്തരപ്പെട്ടിട്ട് മദ്യപാനം മാറിയവർ, ആമേൻ, കുടുംബജീവിത യഥാസ്ഥാനപ്പെട്ടവർ, ആമേൻ, തലമുറകൾ വഴിയാധാരമായിരുന്നതിന് ആമേൻ ദൈവം മടക്കിക്കൊണ്ടുവന്ന അനുഭവങ്ങൾ, ആമേൻ, എല്ലാം നഷ്ടപ്പെട്ട് കടഭാരമായി ആത്മഹത്യയുടെ വക്കിലായിരുന്നു. വചനം കേട്ടു, ആരാധനയിൽ പങ്കെടുത്തു, കർത്താവ് വിടുവിച്ച എത്രയോ കുടുംബങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളുണ്ട്. അങ്ങോട്ട് നീ ഒന്ന് കണ്ണോടിക്കുക, അവിടെ ഒന്ന് പോ, അവരുടെ ആ സാക്ഷ്യം ഒന്ന് കേൾക്ക്. നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റം വരണമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 37-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൈതലേ, വാഗ്ദത്തം നിന്റെ അകത്ത് ജനിച്ചാൽ, ആമേൻ, സ്തോത്രം, പഴയ ജീവിതത്തിൻ്റെ ശൈലികളെല്ലാം ഒന്ന് മാറണം. അകത്ത് വാഗ്ദത്തമുള്ളവൻ്റെ ജീവിതത്തിൻ്റെ പഴയ ശൈലികളെല്ലാം ഒന്ന് മാറി. ആമേൻ. 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആമേൻ, അതായത് മറിയ സെക്രിയാവിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ, ആമേൻ, പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ആമേൻ. എനിക്ക് ഈ വചനമൊക്കെ എടുത്തൊന്ന്, ആമേൻ, പറയുന്നതിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്നറിയോ, വാഗ്ദത്തമുള്ളവർ പരസ്പരം ഒന്ന് വന്ദനം ചൊല്ലിയപ്പോൾ അതൊരു അഭിഷേകത്തിൻ്റെ ആരാധനയായിട്ട് മാറി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, വാഗ്ദത്തമുള്ളവർ പരസ്പരം ഒന്ന് കൈ കൊടുത്ത്, വാഗ്ദത്തമുള്ളവർ പരസ്പരം ഒന്ന്, ആമേൻ, സ്തോത്രം, ഷെയ്ക്കാൻഡ് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. ആമേൻ. അത് വലിയൊരു ആരാധനയായിട്ട്, ഒരു അഭിഷേകത്തിൻ്റെ ആരാധനയായിട്ട് മാറാനിടയായി. ഇന്ന്, ആമേൻ, ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് എന്താ സന്തോഷമുള്ളത്? ആമേൻ. ചിലർ വചനം വായിച്ചിട്ട് ദൈവവചനമാണെന്ന് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെ, ആമേൻ, നിങ്ങൾ നിൽക്കുകയായിരുന്നു, എല്ലാവർക്കും ഇരിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇരിക്കും. എന്നാൽ ചില സ്ഥലത്ത് പരസ്പരം കൈ കൊടുത്തിട്ട് വന്ദനം പറഞ്ഞിട്ട് അവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അഭിഷേകമുള്ളവൻ, ആമേൻ, വാഗ്ദത്തമുള്ളവൻ പരസ്പരം കരങ്ങളെ കൊടുക്കുമ്പോൾ അതിന് നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ഇറങ്ങി വരുമ്പോൾ അത് അഭിഷേകത്തിൻ്റെ ഒരു ആരാധനയായിട്ട് മാറുന്നു. ആ അഭിഷേകത്തിൻ്റെ ആരാധനയ്ക്കകത്ത് ഒരു വലിയ വിടുതലുണ്ട്.
ആ അഭിഷേകത്തിൻ്റെ ആരാധനയ്ക്കകത്ത് വലിയൊരു സൗഖ്യമുണ്ട്. കാരണം ഇവർ തമ്മിൽ കൈ കൊടുത്തപ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളാൻ കാരണം മറിയയുടെ അകത്ത് കിടക്കുന്ന സ്തോത്ര യേശു ക്രിസ്തു പുറത്തു വരുമ്പോൾ അവന് വഴിയൊരുക്കാനുള്ള സ്തോത്ര യോഹന്നാന എലിസബത്തിന്റെ അകത്ത് കിടക്കുന്നത് എങ്ങനെ തുള്ളാതിരിക്കും? ഹല്ലേലൂയ. ദൂതിന്റെ ആഴം മനസ്സിലാക്കിയവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഇനി കുറച്ചുകൂടെ ആഴമായി ആ വചനം ഒന്ന് മനസ്സിലാക്കിയാൽ, ഈ ലോകം സൃഷ്ടിക്കുന്ന വചനം മറിയയുടെ അകത്ത് ഇറങ്ങി വന്നപ്പോൾ നമുക്കറിയാം, മറിയ ചോദിച്ചു, ആമേൻ, ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെയാ നടക്കാൻ പോകുന്നത്? ഒരു സംശയ സൃഷ്ടി അതിൻ്റെ അകത്തുണ്ട്. ഒരു സംശയത്തിൻ്റെ വരികൾ ആ വാക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും. ആമേൻ. എന്നാൽ 46 തൊട്ടുള്ള ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 46. ആമേൻ. അവൾ മറിയ പറയുകയാണ്, ആമേൻ, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവിൻ്റെ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കും. തൻ്റെ ഭുജം കണ്ടവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കാരികൾ അവൻ ചിതറിച്ചു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. ആമേൻ. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അവൻ അയച്ചു കളഞ്ഞിരിക്കുന്നു. താഴോട്ട് വായിച്ചാൽ ആമേൻ ഒത്തിരി വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കാര്യം ഞാൻ പറയാം. ഒരു പാവപ്പെട്ട വീട്ടിൽ ആമേൻ ഒരു സാധുവായി ജനിച്ച മറിയ എന്ന് പറയുന്ന പെൺകുട്ടി, ആമേൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരല്പം പ്രൊഫറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആമേൻ ലോഗോസാകുന്ന സൃഷ്ടിക്കുന്ന വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആമേൻ വ്യക്തിയുടെ ലെവല് മാറി, വ്യക്തിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, അവിടെ എഴുതിയിരിക്കുന്ന ലോകം മുഴുവൻ അവളെ ആദരിക്കാനായിട്ട് തുടങ്ങി. ആമേൻ. നിന്റെ അകത്ത് ദൈവത്തിൻ്റെ വചനം വസിച്ചാൽ നീ പഴയ ആളല്ല. ആമേൻ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഏതെങ്കിലും ആമേൻ ഒരു ദരിദ്ര ദമ്പതികൾക്ക് ജനിച്ച ഒരു പാവപ്പെട്ടവനായിരിക്കാം. പക്ഷേ നീ വചനം അങ്ങോട്ട് എടുത്താൽ, വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ, ആമേൻ സ്തോത്രം, നീ വചനത്തിൻ്റെ അകത്ത് വചനം നിന്റെ അകത്ത് വസിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ പൈതലേ, നീ അത് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, നീ അത് പാടാൻ തുടങ്ങിയാൽ, നീ പ്രവചിക്കാൻ തുടങ്ങിയാൽ, ആമേൻ സ്തോത്രം, നിന്റെ ലെവല് ദൈവം മാറ്റും. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആമേൻ ഒരു ലെവലിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക്, ഒരു നന്മയിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു അഭിവൃദ്ധിയിലേക്ക്, ഒരു പുരോഗമനത്തിലേക്ക്, ജീവിതത്തിന്റെ എല്ലാ സ്വഭാവ ദൃഢതകളിലേക്കും ആ ദൈവത്തിന്റെ വചനം നിന്നെ നയിക്കും. ആ ദൈവത്തിന്റെ വചനം ആമേൻ നിന്നെ അനുഗ്രഹിക്കും. ആ ദൈവത്തിന്റെ വചനം ആമേൻ നിന്നെ ഉയർത്തും. ഒരു വ്യക്തിയുടെ അകത്ത് ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്താൽ അവർക്ക് സംഭവിക്കുന്ന മാറ്റം. ഈ വചനം ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൂത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, ഈ വചനം നിന്റെ അകത്തൊന്ന് ക്രിയ ചെയ്യട്ടെ. ഈ വചനം നിന്റെ അകത്ത് ആഴത്തിലൊന്ന് ഇടപെടട്ടെ. ആമേൻ. നിന്റെ ലെവല് മാറി. നീ വചനം നിന്റെ വീട്ടിനകത്ത് കയറിയാൽ, നിന്റെ തലമുറയുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ വചനം കയറിയാൽ, ഞാൻ വളരെ ദുഃഖത്തോടെ, ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, ആമേൻ, ഇന്ന് പല പ്രിയപ്പെട്ടവർക്കും വചനം ഇഷ്ടമല്ല, പ്രസംഗം ഇഷ്ടമല്ല. നല്ല നല്ല ദൂതുകൾ ഇതുപോലെയുള്ള ടെലിവിഷൻ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇത് യൂട്യൂബിൻ്റെ അകത്ത് മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആമേൻ അത് മാറ്റിയിട്ടാണ് ലോകത്തിൻ്റെ മറ്റ് പല കാര്യത്തിലേക്കും പോകുന്നത്. ഞാൻ പറയാം, ദൈവത്തിൻ്റെ വചനേ, ആരെങ്കിലും വചനം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വചനം ഹൃദയത്തിൻ്റെ അകത്ത് വചനം ക്രിയ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരൊക്കെ വചനം എടുത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ വചനത്തിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടോ, ആരൊക്കെ വചനം പഠിച്ചിട്ടുണ്ടോ, ആരൊക്കെ വചനം വിളമ്പിയിട്ടുണ്ടോ, ആരൊക്കെ വചനം പകർന്നു കൊടുത്തിട്ടുണ്ടോ, ആമേൻ സ്തോത്രം, അവരെ ലോകം നെഞ്ചിലേറ്റിയിട്ടുണ്ട്, അവരെ ലോകം ആദരിച്ചിട്ടുണ്ട്. ആമേൻ. ഒരുപക്ഷെ ആമേൻ സ്തോത്രം ഒരു ഭാഗത്ത് നിന്നെയും പരിഹാസവും ഒക്കെ പറയുന്നെങ്കിലും വചനം അറിയാവുന്നവനെ ബഹുമാനിക്കും. വചനം അറിയാവുന്നവനെ മാനിക്കും. ഇനിയും സ്തോത്രം, നീ വചനത്തിൻ്റെ ആഴങ്ങളും നല്ല വചനത്തിൻ്റെ മർമ്മങ്ങളും പ്രസ്താവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ പറയാം, ദൈവത്തിൻ്റെ പൈതൽ ലോകത്തിൻ്റെ 5 വൻകരകളിൽ ദൈവം നിന്നെ ഉയർത്തും. ലെവല് മാറും. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം ആമേൻ ഈ വചനം ആമേൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ആഴത്തിൽ അനേക ഉള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിന്റെ തകർച്ച മാറ്റാൻ ഈ വചനത്തിന് കഴിയും. ഇത് സൃഷ്ടിക്കുന്ന വചനമാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന് കഴിയും. ആമേൻ. ഈ വചനം സൃഷ്ടിക്കുന്ന വചനമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന്
നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്തത് ചിലത് നിന്റെ വീട്ടിൽ സൃഷ്ടിക്കാൻ ആമേൻ ദൈവത്തിന് കഴിയും. സമാധാനമില്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ ഉളവായി വരുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീട്ടിനകത്ത് നടക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തകർന്ന ജീവിത സാഹചര്യങ്ങളെ പണിതെടുക്കുന്ന ദൈവം, ആമേൻ സ്തോത്രം, ആമേൻ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്ന, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സൃഷ്ടിക്കുന്ന വചനം, ആമേൻ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ചിലത് ഇല്ലാത്തതിനെ ഇന്ന് ആമേൻ ഉരുവാക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ആമേൻ ജോലിയില്ലേ? ആമേൻ ഇതിനെ ഉരുവാക്കാൻ കഴിയുന്നതാ. സമാധാനമില്ലേ? ഇത് ഉരുവാക്കാൻ കഴിയുന്നതാ. ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥതയില്ലേ? ഇത് ഉരുവാക്കാൻ കഴിയുന്നതാ. ആമേൻ എല്ലാം തകർന്നു കിടക്കുന്നതാണോ? ഉരുവാക്കാൻ കഴിയുന്ന വചനം ഏറ്റെടുക്ക്. ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത്, ഏത് ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ് നിങ്ങളായിരിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതല. ആമേൻ നിന്റെ വീട്ടിൻ്റെ അകത്ത് ഒരുപക്ഷെ ആമേൻ ചിലർ രോഗിയായി കിടരോഗികളായിട്ട് കിടക്കുകയായിരിക്കും, എഴുന്നേക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുകയായിരിക്കും. ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ നീ പ്രാർത്ഥിച്ചോ, ആമേൻ ദൈവ സൗഖ്യം കൊടുക്കും. ആമേൻ സ്വത്രം, ആമേൻ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ആമേൻ സൃഷ്ടിക്കുന്ന വചനമാ. ആമേൻ ചലനം കൊണ്ടുവരാൻ കഴിയും. ആമേൻ സംസാരശേഷി നഷ്ടപ്പെട്ടെങ്കിൽ അത് മടക്കി കൊണ്ടുവരാൻ കഴിയും. ദൈവത്തിന് ബദലേ ഇനിയും ഒരു പ്രതീക്ഷയില്ലെന്ന് ലോകം പറഞ്ഞാലും അല്ല. ആമേൻ സ്തോത്രം, ജീവന്റെ ഉടയവൻ വിളിച്ചു പറയുന്നു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. ആമേൻ ചിലത് ദൈവം ആമേൻ മടക്കി കൊണ്ടുവരിക. നിന്റെ വീട്ടിൻ്റെ അകത്ത് തകർന്ന സാഹചര്യം, ആത്മഹത്യക്ക് വേണ്ടി ആമേൻ നീ ഒരുപക്ഷെ കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ സൃഷ്ടിക്കുന്ന വചനം ഇന്ന് നിന്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. ആ വചനം ഒന്ന് ഏറ്റെടുത്തു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വചനം നീ ഒന്ന് ഏറ്റെടുത്ത്, ആ വചനം നീ ഒന്ന് ആമേൻ സ്തോത്രം നെഞ്ചിലേറ്റിയാൽ ആമേൻ എല്ലാ പ്രതിസന്ധികളും മാറ്റിക്കളയുന്ന ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ വളരെ ഹൃദയം തകർന്ന് ഭാരപ്പെട്ട് ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആ വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരത്ഭുതകരമായ വിടുതൽ, ഒരു ദൈവപ്രവൃത്തി എൻ്റെ മക്കൾക്ക് വേണ്ടി അയക്കണം. ഒരു അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കർത്താവെ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനം നിങ്ങളിൽ ഓരോരുത്തർക്കും വിടുതലും ദൈവാനുഗ്രഹമായി മാറട്ടെ. ആമേൻ. ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. തിരുവനന്തപുരത്ത് പേരൂർക്കട നെടുമങ്ങാട് റോഡിൽ കരകുളം ഡിവൈൻ സെൻറ്ററിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയും ഉപവാസ പ്രാർത്ഥനയും മറ്റ് ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നു. നിങ്ങൾ ഏത് ജീവിത പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവരാണെങ്കിലും ആമേൻ ഞങ്ങളെ വിളിക്കാൻ മടിക്കണ്ട. തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ്